അർജുൻ കല്യാടും നയിക്കുന്ന വാർത്താ സംഘം വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം AK അഭിലാഷ് ആൻഡ് അർജുൻ കല്യാട്. ഗുഡ് മോർണിംഗ്. AK അഭിലാഷ്, ആദ്യം അഭിലാഷിലേക്ക് വരാം. ഇപ്പോൾ ഇന്ന് തെരച്ചിൽ നടത്തുന്നത് SDRFിനൊപ്പം NDRFിനൊപ്പം ഈശ്വർ മാൽപ്പയെ അടയാളപ്പെടുത്തിയ നേവി അടയാളപ്പെടുത്തിയ ഇടങ്ങളിൽ ബോയ കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അവിടെ ആഴത്തിൽ പരിശോധിക്കുക, അതോടൊപ്പം തന്നെ വണ്ടിയുടെ സാന്നിധ്യം ഉറപ്പാക്കുക. അതിൽ ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ പരിശോധനകൾ? എങ്ങനെയാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? അഭിലാഷ്. സുജയ, വളരെ വിപുലമായ ഒരു സംഘം തന്നെയാണ് ഇന്ന് തെരച്ചിലിനായി എത്തിയിരിക്കുന്നത്. 76 അംഗങ്ങളാണ് ഇപ്പോൾ തെരച്ചിലിനായി പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഇതിൽ 2 നാവികസേനയുടെ ഡിങ്കി ബോട്ടുകൾ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ബോയിട്ട് കണ്ടെത്തിയിരിക്കുന്ന ആ സ്ഥലത്ത്, ബോയ വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് തന്നെയാണ് 2 ഡിങ്കി ബോട്ടുകളിൽ 2 സ്കൂബ ഡൈവേഴ്സുമായി ഇപ്പോൾ നാവികസേന എത്തിയിരിക്കുന്നത്. അതിൽ ഒരു ഡൈവർ ഇപ്പോൾ പുഴയിൽ ഇറങ്ങുകയും ആഴത്തിൽ പരിശോധന നടത്തുകയും ചെയ്തു. 2 തവണ അവർ പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുഴയിലെ ഈ കലക്കുവെള്ളം വലിയ പ്രശ്നമായിരിക്കുന്നു. അതായത് വിസിബിലിറ്റി വളരെ കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈശ്വർ മാൽപ്പയെ അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തു അത് തന്നെയാണ്. പക്ഷേ നാവികസേനയുടെ കയ്യിൽ ഇപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റിയുള്ള ടോർച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലത്തേക്ക് കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലിൽ തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ തയ്യാറായിരിക്കുന്നത്. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതേ സമയം തന്നെ ഇവർ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഏതാണ്ട് ഇപ്പോൾ നല്ല വെളിച്ചമുണ്ട്, നല്ല സൂര്യപ്രകാശമുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അടിയിലേക്ക് കാണാനുള്ള സാധ്യത കൂടി തെളിഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം കൂടിയാണ്. ഏതായാലും ഈശ്വർ മാൽപ്പെ ഇതുവരെ പുഴയിലേക്ക് ഇറങ്ങിയിട്ടില്ല. നേരത്തെ നാവികസേനാംഗങ്ങളോട് കാഴ്ചയില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം കരയിൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം 2 സഹ ഡൈവർമാർ കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ അവർ പുഴയിലേക്ക് ഇറങ്ങും. അതോടൊപ്പം തന്നെ NDRFിൻ്റെ സംഘവും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. NDRFിലേക്ക് ഒരു ഡൈവർ കൂടി അവർക്കൊപ്പമുണ്ട്. ഏതായാലും 5 ഡിങ്കി ബോട്ടുകളാണ് ഇന്ന് പുഴയിലേക്ക് ഇറങ്ങുന്നത്. ഏതായാലും വളരെ വിപുലമായ സന്നാഹങ്ങളോട് കൂടിയുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് പുഴയുടെ ആഴങ്ങളിൽ നിന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 11 മണിയോടുകൂടി 3 ക്രെയിനുകൾ ഇവിടെ എത്തിക്കുമെന്നാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ക്രെയിൻ കുറച്ചുകൂടി ദൂരസ്ഥലത്താണ്, അത് അല്പസമയങ്ങൾക്കകം തന്നെ എത്തിക്കും. ഏതായാലും ഈ ക്രെയിൻ എത്തിക്കുന്നതോട് കൂടി തന്നെ പുഴയുടെ ആഴങ്ങളിലുള്ള ആൽമരം ആദ്യം എടുത്ത് പുറത്തെത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം. ആ ആൽമരം പുറത്തെത്തിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ഭാഗങ്ങളിൽ തെരച്ചിൽ സാധ്യമാകൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയും ഒക്കെയുള്ള സംഘം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ക്രെയിൻ എത്തിച്ചതിന് ശേഷം മാത്രമേ പുഴയിലേക്ക് ഇറങ്ങിയതിന് കാര്യമുള്ളൂ എന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ഏതായാലും നാവികസേന അവിടെ പരിശോധന നടത്തുന്നുണ്ട്. 2 ഡൈവർമാരും ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആഴത്തിലുള്ള പരിശോധന നേരത്തെ കയർ കെട്ടിയ ആ സ്ഥലത്ത് തന്നെ, ബോയ കെട്ടിയിരിക്കുക ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ അവർ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും NDRFിൻ്റെ ഒരു സംഘം കൂടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവർക്കൊപ്പവും ഒരു ഡൈവറുണ്ട്. ഇവരെല്ലാവരോടും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ തന്നെയായിരിക്കും ഇന്നത്തെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി ഡ്രഡ്ജർ എത്തിക്കും. അതിനു മുമ്പായി തന്നെ ഈ ട്രക്ക് കണ്ടെത്തുകയും പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളും സജീവമായി തന്നെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. കമ്പി ഉപയോഗിച്ച് ട്രക്ക് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പിക്കണം. നമുക്കൊപ്പം അർജുൻ കല്യാടുണ്ട്. ഒപ്പം നമ്മുടെ വാർത്താ സംഘം AK അഭിലാഷും അർജുൻ കല്യാടും ലിമേഷ് ചെറുപഴശ്ശിയും രഞ്ജിത്ത് മന്നിപ്പാടിയും അഖിൽ ചാത്തമംഗലവും അഭിനവും ചേരുന്ന നമ്മുടെ വാർത്താ സംഘം തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ കല്യാട്, ഇപ്പോൾ ദൃശ്യങ്ങൾ 2 കോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ കൃത്യമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പരിശോധനകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് അഭിലാഷ് ഇപ്പോൾ വിവരിച്ചത്. ഇന്നലെ കാളി നദിയിൽ നിന്ന് ട്രക്ക് ഉയർത്തിയെടുക്കുന്നത് നമ്മൾ കണ്ടു. അതേ രീതിയിൽ വൈദഗ്ധ്യമുള്ള അതേ ടീം ഇവിടേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുൻപായി എന്തൊക്കെ കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്? മാൽപ്പയുടെ സംഘവുമായൊക്കെ അർജുൻ സംസാരിച്ചു കാണുമല്ലോ. അവരെന്തൊക്കെയാണ് പറയുന്നത്? അർജുൻ കല്യാട്. സുജി, അതായത് ഇന്നലെ ഈ കാളി നദിയിൽ നിന്നും ഒരു ലോറി ഉയർത്തിയ കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ്. അതിന് സമാനമായ രീതിയിൽ ഈ ഗംഗാവാലി പുഴയിൽ നിന്നും ഒരു ട്രക്ക്, നമ്മളെല്ലാം തിരിയുന്ന ട്രക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസമാണ് സംസാരിക്കുന്ന ഓരോ ഘട്ടത്തിലും മാൽപ്പെ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മാൽപ്പെ സംഘത്തിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ SDRFിൻ്റെയും നേവിയുടെയും എല്ലാം സംഘം ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും തിരച്ചിലിനായി ഇറങ്ങുന്നുണ്ട്. നേവിയുടെ സംഘം കൂടുതൽ ഈ അണ്ടർ വാട്ടർ ടോർച്ച്, കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള, കൂടുതൽ
നദിക്കടിയിലെ കാഴ്ച വ്യക്തമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ഒരു ടോർച്ച് കൂടി കയ്യിൽ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കലക്ക് അല്പം ഉണ്ടെങ്കിൽ കൂടി അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് ആ ടോർച്ചിന് കുറെ കൂടി വ്യക്തത നൽകാൻ വേണ്ടി ഈ ഡൈവേഴ്സിന് കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നലെ 5 ഡൈവർമാരാണ് മൊത്തമായി ഈ ഗംഗാവാലി പുഴയിൽ ഇറങ്ങിയത് എങ്കിൽ ഇന്നിപ്പോൾ ഒരു ഡൈവർ കൂടി അധികമായി എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 6 ഡൈവർമാർ ഇന്ന് ഈ പുഴയിൽ ഡൈവ് ചെയ്യും. അതായത് NDRFിൻ്റെ ഒരു ഡൈവർ കൂടി ഇന്ന് പുതുതായി എത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തം മാൽപ്പയോടൊപ്പമുള്ള 3 ഡൈവർമാർ, അതിനു പുറമെ നേവിയുടെ 2 ഡൈവർ, അതോടൊപ്പം തന്നെ NDRFിൻ്റെ ഒരു ഡൈവർ കൂടി ഇന്ന് ഈ ഗംഗാവാലി പുഴയിൽ തിരച്ചിലിനായി ഇറങ്ങുന്നു. അങ്ങനെ 6 ഡൈവർമാർ ഒരേ സ്പോട്ടിൽ, ഇനി മറ്റൊരു സ്പോട്ടിലേക്ക് തിരയേണ്ടതില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്പോട്ടിനകത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ടതില്ല. പ്രധാനമായും നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കയറ് കണ്ടെത്തിയിട്ടുള്ള ജാക്കി സ്പോട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതിന് അടുത്തുള്ള ഈ കയറ് കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടിൽ മാത്രം തിരച്ചിൽ കേന്ദ്രീകരിക്കുക. ഈ 6 ഡൈവർമാരും ഒരേ സ്പോട്ടിൽ കേന്ദ്രീകരിക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ വ്യക്തതയോടുകൂടി കൂടുതൽ നമ്മുടെ ട്രക്ക് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഒരു തിരച്ചിൽ ആ മേഖലയിൽ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും കയർ കണ്ടെത്തിയ ആ ഭാഗത്ത് തന്നെയാണ് ഇന്ന് പരിശോധന. കഴിഞ്ഞ ദിവസം ആ സ്പോട്ടുകൾ കൃത്യമായ തോതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിലേക്ക് കൃത്യമായി എത്താൻ വേണ്ടി വലിയ പരിശോധനയൊന്നും ആവശ്യമില്ല. ആ സ്പോട്ട് മാർക്ക് ചെയ്ത സ്പോട്ടിലേക്ക് ഇപ്പോൾ അർജുൻ കല്യാട്, ഇന്നത്തെ ഡൈവിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിപ്പോൾ അതിന്റെ ഒരു കൃത്യമായ വിവരങ്ങളും നമ്മുടെ പക്കലുണ്ട്.